മരിച്ചത് ഒരു MBBS വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ടീച്ചർമാർ ഇങ്ങനെ വന്ന് ഓവർ ആക്ടിങ് ചെയ്യുന്നു. വീണ ജോർജ് കരയുന്നത് കാണാൻ ഇത് എന്താണ് നമ്മുടെ നാട്ടിൽ മന്ത്രിക്ക് കരഞ്ഞുകൂടെ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നി? കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്ന കുറച്ച് കുട്ടികൾ രാത്രി സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടാവും. ഈ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ആരും മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമില്ല, അത് ആ സമയത്ത് സംഭവിച്ചു പോകുന്നതാണ്. ആരും മരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊന്നും വണ്ടി ഓടിക്കുന്നില്ല. ചില ആൾക്കാർ ബോധമില്ലാതെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അപകടമാണ്. അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ സഹപാഠികൾക്ക് ഇന്നലെ വരെ ക്ലാസ്സിൽ റൂമിൽ ഇരുന്ന കുറച്ച് കുട്ടികളെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് മെഡിക്കൽ കോളേജിൽ. അവരുടെ ആ പൊതുദർശനത്തിന് ബോഡി വെക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് ബോഡി കൊണ്ടുവരാൻ നേരത്ത് പലരും സാധാരണ ഫാമിലിപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. പലരും ഈ 5 വർഷത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മക്കൾ ഡോക്ടറൊക്കെ ആയി കഴിയുമ്പോൾ വീടൊന്ന് രക്ഷപ്പെടും എന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പലരും നിന്നത്. അല്ലെങ്കിൽ അവരുടെ കുട്ടിയാണ് മരണപ്പെട്ടു. അപ്പം നമുക്ക് മനസ്സിലാവുന്നതിനപ്പുറമാണ് അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, അവിടുത്തെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ നോക്കാൻ നേരത്ത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു കുട്ടി MBBS പഠിച്ച ഈ മരണപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ വരും. ആ ടീച്ചർ വന്ന് മൈക്കിന് മുമ്പിൽ സംസാരിക്കുന്നുണ്ട്, മൈക്കുമായിട്ട് ഒരാൾ ചെല്ലുമ്പോൾ സംസാരിക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെയാണ്. മരിച്ചു പോകാൻ നേരത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും മരിച്ചു പോകാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിലാണ് ടീച്ചർ നിൽക്കുന്നത്. ആ വീഡിയോ എടുത്തിട്ട് ഒരാൾ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മരിച്ചത് ഒരു MBBS വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് ടീച്ചർമാർ ഇങ്ങനെ വന്ന് ഓവർ ആക്ടിങ് ചെയ്യുന്നു. ഇതേ സമയം ഒരു ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു സമയത്ത് ഒരാൾ മരിച്ച് ഒരു ഫാമിലിക്ക് ഒരു കുട്ടി നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഒരാൾ മരിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പേജിലെ കമന്റ് ബോക്സ് നോക്കാൻ നേരത്തെ എല്ലാവരും വന്നിട്ട് ഈ പോസ്റ്റ് ഇട്ട ആളെ നല്ല രീതിയിൽ ഉപദേശിച്ച് വിടുന്നുണ്ട്, വേണ്ട രീതിയിൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട് ആ പോസ്റ്റിൽ. പക്ഷെ എങ്ങനെയാണ് ഇതുപോലൊരു ഇഷ്യൂ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുന്നതിനകത്ത് എന്താണ് അർത്ഥം? പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി എന്നൊക്കെ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ മരിച്ചു പോകുന്നതായിരിക്കും. ഒരാൾ മരിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു ടീച്ചർ വരുമ്പോൾ അത് കരയും. ആ ടീച്ചർ കരയുന്ന കാണാൻ നേരത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാൻ തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഇതുപോലെ മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ബോഡിയെല്ലാം കൊണ്ടുവരുന്ന സമയത്ത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അത് നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കേണ്ട ഒരു അന്തരീക്ഷമാണ്. അവിടെ കുട്ടികളെല്ലാം കരയുന്നു, അവിടെ പഠിപ്പിക്കുന്നവർ കരയുന്നു. ഇന്നലെ വരെ ക്ലാസ്സിൽ ഇരുന്നാണ്, ഇന്നലെ വരെ പഠിപ്പിച്ചതാണ്, ഇന്നലെ വരെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നതാണ്, തൊട്ട് മുമ്പ് വരെ വീട്ടുകാരോട് സംസാരിച്ചാണ്. പെട്ടെന്നാണ് ഒരു മരണപ്പെട്ട് അവിടെ പൊതുദർശനത്തിന് 5 ബോഡി വരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് അവിടെ കരയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് കണ്ണുനീര് വരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ വീണ ജോർജ് കരയുന്നത് കാണാൻ ഇത് എന്താണ് നമ്മുടെ നാട്ടിൽ മന്ത്രിക്ക് കരഞ്ഞുകൂടെ? നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രിക്ക് കരയാൻ പറ്റില്ലേ? ഒരു മനുഷ്യനല്ലേ അവർ? ഇപ്പം നമ്മൾ രാഷ്ട്രീയം കാണും, രാഷ്ട്രീയം ഇല്ലാത്തവർ കാണും, വേറെ പാർട്ടിക്കാരിയായിരിക്കും അവർ, അല്ലെങ്കിൽ അവരുടെ മുൻ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യം കാണത്തില്ല. പക്ഷേ ഇതുപോലൊരു അവസ്ഥയിൽ ഒന്നുമില്ലെങ്കിൽ ഒരു അമ്മയായിരിക്കും അവർ, അല്ലേ? ഒരമ്മയായിരിക്കുമല്ലോ എന്തായാലും വീണ ജോർജ് എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ. അപ്പോൾ അവരവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ തോന്നി? ഇവരുടെ അഭിനയമാണ്, കള്ളക്കരച്ചിലാണ്, ഓവർ ആക്ടിംഗ് ആണ്, ഓസ്കാർ കിട്ടുമവർക്ക് എന്നുള്ള രീതിയിൽ ഇതുപോലെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ കമൻറ്റ് ഇവിടെ കാണിക്കുന്നില്ല, പക്ഷേ ഇതുപോലെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും പ്രായമുള്ളവരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതുപോലെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു അനുജൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ഇതുപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ ആക്ടിംഗ് ആണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ പല മരണ വീട്ടിലും പോകാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് മരിക്കുന്ന പലരുടെയും വീടുകളിൽ പോയിട്ടുണ്ട്. നമ്മൾക്ക് ചിലപ്പം നമ്മൾ ഇന്നലെ കണ്ടവരൊക്കെ ആയിരിക്കും, പെട്ടെന്നായിരിക്കും അവർ മരിച്ചു പോകുന്നത്, ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും തരത്തിലൊക്കെ. അപ്പോൾ അവരുടെ വീട്ടിൽ പോകാൻ നേരത്ത് അവിടുത്തെ ഒരു റിയാക്ഷൻ ഭീകരമായിരിക്കും, അവരുടെ കരച്ചിൽ ഭീകരമായിരിക്കും. ആ കരച്ചിൽ കാണാൻ നേരത്ത് ഒരു മനുഷ്യത്വമുള്ള ഒരാൾ ചിലപ്പോൾ കരഞ്ഞെന്ന് വരും. വീണ ജോർജ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് മിനിസ്റ്റർ ആയിപ്പോയി, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരൊരു മനുഷ്യനല്ലേ, അവർ കരഞ്ഞു. ആ കരഞ്ഞു എന്നുള്ള പേരിൽ നമ്മുടെ ക്യാപ്ഷനിൽ വന്നിട്ട് അവർ ഓസ്കാർ ലെവൽ അഭിനയമാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭീകരമായ ഒരു അവസ്ഥയിൽ, ഒരു അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ഒരു 5 കുട്ടികൾ മരിച്ചു നിൽക്കുന്ന പൊതുദർശനം നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ പേരൻസ് കരയുമ്പോൾ, സഹപാഠികൾ കരയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കുറച്ച് കണ്ണുനീർ വന്നതിനെ വരെ കളിയാക്കുന്നതെയും അത് അവരുടെ അഭിനയമാണെന്നൊക്കെ മുദ്ര കുത്തുന്നവർക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 5 മിനിറ്റ് മാറിയിരുന്നൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ബന്ധുക്കളെ വെച്ച് ആ ഡെഡ് ബോഡി അവിടെ കിടക്കുന്ന ആ കുട്ടികളുണ്ടല്ലോ, അവരുടെ മൃതദേഹം വെച്ച് നിങ്ങളുടെ ബന്ധുക്കളെ ഒന്ന്
താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അവർ കരഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് കുറേ ആൾക്കാരൊക്കെ കമൻറ്റ് ഇടുന്ന കാണാം ഈ കുട്ടിയുടെ അമിത സ്പീഡിനെ പറ്റിയൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഈ റോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം മഹാബോറാണ്. ഇപ്പം വണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പോയത്, അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം CCTV വിഷ്വൽസ് ഞാൻ കണ്ടതാണ്. അതിനകത്ത് വണ്ടി തന്നെയാണ് ബസ്സിലേക്ക് വന്ന് ഇടിച്ച് കയറുന്നത്. ബസ്സിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം പല അവസ്ഥകളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റോഡുകളിൽ നിന്നും പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഇല്ല. പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൽ എത്ര ഹെൽമെറ്റ് ഇട്ടാലും, നമ്മുടെ നാട്ടിൽ എത്ര സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഭയങ്കര മോശം അവസ്ഥയാണ് നമ്മുടെ റോഡിൻ്റെ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ സേഫ്റ്റി, ഈ പഴയ വാഹനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇത്ര ടൈം കഴിയുമ്പോൾ അത് പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോഴും എയർ ബാഗ് ഇല്ലാത്ത, സേഫ്റ്റി ഇല്ലാത്ത വാഹനങ്ങളൊക്കെ പല കമ്പനികളും ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നു ചീപ്പ് റേറ്റിൽ. അതൊക്കെ നിരോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 5 സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ 5 എയർ ബാഗെങ്കിലും ഇല്ലാത്തൊരു വണ്ടികളൊന്നും ഇനിയൊന്നും നമ്മുടെ നിരത്തിൽ ഇറങ്ങരുത്. ഇപ്പോൾ ആ വണ്ടിക്ക് പകരം ഏതെങ്കിലും നല്ല സേഫ്റ്റിയുള്ള ഏതെങ്കിലും ഒരു വണ്ടി ആയിരുന്നെങ്കിൽ 101% ഞാൻ ഉറപ്പ് പറയാം 5 MBBS സ്റ്റുഡൻസ് ഇന്ന് ജീവിച്ചിരുന്നേ. അവർക്ക് എന്തെങ്കിലും ചിലപ്പം ബോഡിയിൽ എന്തെങ്കിലും നല്ല പരിക്കുകൾ പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് റിക്കവർ ചെയ്ത് തിരിച്ചു വന്നതിനെ അവർ ജീവിച്ചിരുന്നതന്നെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റുകൾ പ്രോപ്പറായിട്ട് സേഫ്റ്റി, മനുഷ്യൻ്റെ സേഫ്റ്റി പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുന്നില്ല. നമ്മുടെ റോഡിൻ്റെ ആയാലും ലൈറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ആയാലും റോഡിൽ ഇറങ്ങുന്ന വാഹനങ്ങളുടെ സേഫ്റ്റി, കാറുകൾക്കൊക്കെ ഈ പപ്പടം പോലെ പൊടിയുന്ന പല വാഹനവും ചീപ്പ് റേറ്റ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ നിരോധിക്കണമെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സേഫ്റ്റി ഇല്ലാത്ത കുറേ വാഹനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിൻവലിപ്പിക്കണം, നിയമം കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു കാറിനകത്തായിരുന്നു ഇവരുള്ളതായിരുന്നെങ്കിൽ, ഈ MBBS സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 101% ഉറപ്പ് പറയാം അവർ ജീവിച്ചിരുന്നേനെ. അപ്പം നമ്മളിപ്പം സംഭവിച്ചത് ആക്സിഡൻ്റാണ്. ഈ ആക്സിഡൻറ്റിൻ്റെ പേരിൽ ഇനിയും നമ്മൾ ഇവരെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഈ കുട്ടികളെ ഇപ്പോൾ പലരും സാധാരണ വീട്ടിൽ നിന്നുള്ള കുട്ടികളാണ്. ചില ആൾക്കാരൊക്കെ വീട് വെച്ച് ആ വീട്ടിൽ ഒരു 2 മാസമൊക്കെ താമസിച്ചതിന് ശേഷം മരിച്ചുപോയി എന്നുള്ള രീതിയിൽ ഞാൻ വാർത്ത കണ്ടു. പലരുടെയും പ്രതീക്ഷയായിരുന്നു മക്കളൊക്കെ MBBS ഒക്കെ ആയി വന്ന് ഈ ചോർന്ന് വലിക്കുന്ന വീടൊന്ന് രക്ഷപ്പെടും എന്നുള്ള പലരുടെയും പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയൊക്കെയാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ കൂടെ കാണുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയുള്ള കുട്ടികളാണ് മരണപ്പെട്ട് കിടക്കുന്നത് അവർ കാണുന്നത്. അപ്പോൾ ആ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. ആ അന്തരീക്ഷത്തിൽ ഒരു മിനിസ്റ്റർ കരയുമ്പോൾ, ആ അന്തരീക്ഷത്തിൽ ഒരു ടീച്ചർ കരയുമ്പോൾ, ആ സ്പേസിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? പഠിക്കുന്ന കുട്ടി, പഠിക്കാത്ത കുട്ടി, എന്നൊക്കെ എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? എല്ലാ ഭാഗത്തും നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ ആക്ട് ചെയ്യുമോ? ഓസ്കാർ ലെവലിൽ നിങ്ങൾ അഭിനയിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിക്കുമ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ കരയുന്നിട്ട് അഭിനയിക്കുകയാണോ ചെയ്യുന്നത്? ആ കാഴ്ച കാണുമ്പോൾ നിങ്ങൾ അഭിനയിക്കുകയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. പലരും സ്ത്രീകളൊക്കെയാണ് ഇത് കമൻറ്റ് ഇടുന്നത്. അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് വീഡിയോ ഇടുന്ന ആൾക്കാർ, പഠിക്കുന്നത് പഠിക്കാത്തത് ടീച്ചർ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ കാണും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ എഴുതണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ, മരണപ്പെട്ടു പോയ കുട്ടികളുടെ CCTV വിഷ്വൽസ് കണ്ടിട്ട് ആ കുട്ടികളെ പലതും പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആക്സിഡൻ്റാണത്. അതിപ്പോൾ നമ്മൾ നടന്നു പോകുമ്പം നമുക്ക് കാണാം പലതും. പക്ഷേ ചില സമയത്ത് നമ്മൾ തട്ടിമറിച്ച് വീഴാറുണ്ട്. അതിൻ്റെ പേര് ആക്സിഡൻ്റ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചതിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.